ഹലോ എവരി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് SSC GDയുടെ ഒരു പ്രീവിയസ് ഇയർ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സാം കണ്ടക്ട് ചെയ്തത് 11th February 2019 ഷിഫ്റ്റ് 1 റീസണിങ് സെക്ഷനാണ് നമുക്കിന്ന് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. Choose the alternative which most closely resembles a mirror image of the given word when the mirror is placed at XY line. ഓക്കെ, മിറർ ഈ ഒരു പോയിന്റിലാണ് വെച്ചേക്കണമെന്ന് പറഞ്ഞേക്കണത്. ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് എടുക്കുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വേർഡ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പോൾ നമ്മുടെ മിറർ ഇമേജിലെ റൈറ്റ് എന്ന് പറഞ്ഞാൽ മിറർ ഇമേജിൻ്റെ ലെഫ്റ്റിൽ മറ്റേ ഇതിൻ്റെ റൈറ്റ് ആയിരിക്കും വന്നത്. അത് ഈയുടെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്. റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ്, അതായത് എയുടെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഈയുടെ മിറർ ഇമേജ് ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ 3 അപ്പോൾ ഓപ്ഷൻ 3 നമുക്ക് ക്യാൻസൽ ചെയ്തോളാം. ഇനി ജസ്റ്റ് നോക്കിയാൽ മതി, ഈയുടെ മിറർ ഇമേജ് ആയിരിക്കും വന്നത് ഇവിടെ. ഈയുടെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും വന്നത്? ഇതായിരിക്കും ഈയുടെ മിറർ ഇമേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓക്കെ ഓപ്ഷൻ 2ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. എഗെയിൻ ഇപ്പോൾ നമുക്ക് ഈ മിറർ ഇമേജ് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് എങ്ങനെ വരക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മിറർ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇതിൻ്റെയും ലെഫ്റ്റ് റൈറ്റ് നോക്കുക. ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ് അല്ലേ. മിറർ ഇമേജ് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റിലോട്ട് വരും, റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റിലോട്ട് വരും. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ 3 എൻഡില്ലേ, അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ലെഫ്റ്റിൽ വരും. ഇതാണ് ലെഫ്റ്റ് റൈറ്റ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് റൈറ്റിൽ വരും. അപ്പോൾ ഇങ്ങനെ വരും. ഇതായിരിക്കും ഇതിൻ്റെ മിറർ ഇമേജ്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻവേർട്ട് ചെയ്തിട്ടായിരിക്കണം മിറർ ഇമേജ് വന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലോട്ടുള്ള സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ആ പോയിന്റ് ഒബ്ജക്റ്റിലുള്ള ഒരു പോയിന്റിൽ നിന്ന് മിററിലോട്ടുള്ള സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ആ കറസ്പോണ്ടിങ് പോയിന്റിൻ്റെ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് മിററിൽ നിന്നുള്ളത്. അത് ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ബേസിക്കലി ഇമേജ് എടുക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റ്യനാണ്. സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു സർക്കിളാണ് തന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളും അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളും തന്നിട്ടുണ്ട്. 3 സൈഡഡ് ഫിഗറാണ് തന്നേക്കുന്നത്. നെക്സ്റ്റ് ഫിഗറിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിഗറാണ് നെക്സ്റ്റ് ഫിഗറായിട്ട് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 4 സൈഡഡ് ഫിഗറാണ് അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. 4 സൈഡഡ് ഫിഗറാണ് ഉള്ളിൽ വന്നേക്കുന്നത്. ട്രയാങ്കിളിൽ മുകളിലുണ്ട്. അപ്പോൾ അടുത്ത ഫിഗറിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫിഗർ മെയിൻ ഫിഗറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫിഗറിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇതാണ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു 5 സൈഡഡ് ഫിഗർ ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. 5 സൈഡഡ് ഫിഗർ വരുന്നത് ഇതല്ല, ഇതിൽ 4 സൈഡ് ഫിഗറാണ്, ഇതിൽ സർക്കിളാണ്, ഇതിൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൽ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു 5 സൈഡഡ് ഫിഗറും ഉണ്ട് അല്ലേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, which of the four changes given in the options would make the equation correct? ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഏത് ഓപ്ഷൻസിൽ ഏത് ലൈക്ക് സ്വിച്ചിങ് ചെയ്താലാണ് ഇക്വേഷൻസിൽ ഈ ഓപ്പറേഷൻസ് അല്ലേ ഇൻറ്റു മൈനസ് അതിൽ ഏത് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഈ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ഇൻറ്റു ഷുഡ് ബി ഇൻ്റർചേഞ്ച് വിത്ത് മൈനസ് എന്നാണ് പറയുന്നത്. അത് ഇൻറ്റു മൈനസും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇക്വേഷൻ കറക്റ്റ് ആവുമെന്ന് നോക്കാം. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 30 - 3 × 3 എന്ന് വരും. ഓക്കെ, 30 - 9 എന്ന് പറഞ്ഞാൽ 13 അല്ലല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇൻറ്റു ഷുഡ് ബി ചേഞ്ച് ടു ഡിവൈഡ് ആൻഡ് മൈനസ് ഷുഡ് ബി ചേഞ്ച് ടു പ്ലസ്. അപ്പോൾ ഇൻറ്റു ഡിവൈഡ് ആക്കുക. അപ്പോൾ 30 / 3 മൈനസ് ടു പ്ലസ് എന്നല്ലേ പറഞ്ഞത്. മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് വരും, 3 വരും. ഇത് എത്രയാണ്? 30 / 3 എന്ന് പറയുന്നത് 10 വരും. 10 + 3 എന്ന് പറഞ്ഞാൽ 13 വരും. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ ഫോളോ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
basically. Read the given statements and conclusions carefully and decide which one of the conclusions logically follows from the given statements. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സോ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അതിനെ അതിന് ഫോളോ ചെയ്യുന്ന കുറച്ച് കൺക്ലൂഷൻസ് എഴുതിയിട്ടുണ്ടാവും. ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ അല്ല, കുറച്ച് കൺക്ലൂഷൻസ് എഴുതിയിട്ടുണ്ടാവും. ആ കൺക്ലൂഷൻസിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന അതിൽ ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ ഈ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ, എക്സ്പ്ലിസിറ്റ്ലി പറയാത്ത ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ അസംഷൻ്റെ ബേസിസിൽ കൺക്ലൂഷൻ ട്രൂ ആണെന്ന് വിചാരിക്കരുത്. ബട്ട് സ്ട്രിക്ട്ലി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻസ് വെച്ച് മാത്രം നമുക്ക് അതിലുള്ള ഇൻഫർമേഷൻ മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാതെ നമ്മുടെ അസംഷൻ്റെ ബേസിസിൽ പറയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഓൾ സയൻറ്റിസ്റ്റ് വർക്കിംഗ് ഇൻ ജപ്പാൻ ആർ ടാലൻറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊരു സർക്കിൾ വരക്കാം. നമുക്ക് സയൻറ്റിസ്റ്റ് വർക്കിംഗ് ഇൻ ജപ്പാൻ SJ എന്ന് വെച്ച് സയൻറ്റിസ്റ്റ് വർക്കിംഗ് ഇൻ ജപ്പാൻ ആർ ടാലൻറ്റഡ് എന്നാണ് പറയുന്നത്. അത് ഇവരെല്ലാവരും നമുക്ക് ജപ്പാനിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളെ ഈ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തതിനാൽ ഇതിൽ പറയുന്നത് പറഞ്ഞാൽ ഇവരെല്ലാവരും ടാലൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാലൻറ്റഡിൻ്റെ ഒരു സെറ്റ് വരക്കാം. ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. ടാലൻറ്റഡ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ലൈക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും, റിസർച്ച് ഫീൽഡിലല്ലാത്തവരും ടാലൻ്റ് ആയിട്ടുണ്ടാവും, മ്യൂസീഷ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ആ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ജപ്പാനിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളും ഉണ്ട്. ദേ ആർ ടാലൻറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ ആർ ടാലൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെറ്റ് വരും. ഈ സെറ്റിലുള്ള എല്ലാവരും ടാലൻറ്റഡ് ആണ് അല്ലേ. അതുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആവാം, സം ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ. ഓക്കെ, അതിൽ ചില ചൈനീസ് സയൻറ്റിസ്റ്റ് ആ വർക്കിംഗ് ഇൻ ജപ്പാൻ എന്നാണ് പറയുന്നത്. സം എന്ന് പറയുമ്പോൾ നമ്മൾ പാർഷ്യൽ ഓവർലാപ്പ് വരച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ ഈ ഒരു സർക്കിള് ചൈനീസ് സയൻറ്റിസ്റ്റുകളുടെ സെറ്റ് നമ്മൾ വരച്ചതിനാ. ചൈനീസ് സയൻറ്റിസ്റ്റുകളുടെ സെറ്റാണ് നമ്മൾ വരച്ചേക്കുന്നത് ഇവിടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം, ഇവിടെ വെച്ച് നോക്കാം. ചൈനീസ് സയൻറ്റിസ്റ്റുകളുടെ സെറ്റാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കുക, ചൈനീസ് സയൻറ്റിസ്റ്റുകളുടെ സെറ്റ്സിൽ കുറച്ച് ചൈനീസ് സയൻറ്റിസ്റ്റുകൾ ജപ്പാനിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു കാറ്റഗറിയിൽ വരും അല്ലേ, ചൈനീസ് സയൻറ്റിസ്റ്റ് എന്നുള്ളത് ജപ്പാനിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കേസ് വരും. ഓക്കെ, സം ചൈനീസ് സയൻറ്റിസ്റ്റ്, ഇത്രയും ചൈനീസ് സയൻറ്റിസ്റ്റ് ആ വർക്കിംഗ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ വെൻ ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി നമ്മൾ ജസ്റ്റ് കൺക്ലൂഷൻസിൽ വായിച്ച് നോക്കുക. കൺക്ലൂഷനിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിലുണ്ടോ എന്ന് നോക്കാം. അതുപോലെ നോ ചൈനീസ് സയൻറ്റിസ്റ്റ് ഇസ് ടാലൻറ്റഡ് എന്ന് പറയുന്നത്, അതായത് ഒരു ചൈനീസ് സയൻറ്റിസ്റ്റും ടാലൻറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ഒരു പാർട്ടിലുള്ള നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിലുള്ള ചൈനീസ് സയൻറ്റിസ്റ്റ് ഹു ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ ആ ടാലൻറ്റഡ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാന്ന് പറയാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം ടാലൻറ്റഡ് ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ എന്നാണ് ഇവിടെ ഫുള്ളിൽ. ഓക്കെ, സം ടാലൻറ്റഡ് ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ. ഓക്കെ, ചൈനീസ് സയൻറ്റിസ്റ്റ് ഇതാണ്, അവർ ജപ്പാനിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ടാലൻറ്റഡ് ചൈനീസ് സയൻറ്റിസ്റ്റ് എന്നാണ്. എഗെയിൻ നമ്മൾ ഈ ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാലൻറ്റഡ് ആയിട്ട് ടാലൻറ്റഡ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം, സം ടാലൻറ്റഡ് ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ഓൾ ടാലൻറ്റഡ് സയൻറ്റിസ്റ്റ് ആർ ജാപ്പനീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഈ ഒരു സെറ്റ് നോക്ക്. ഈ ഒരു സെറ്റിൽ ടാലൻറ്റഡിൻ്റെ സെറ്റ് ഇതാണ്, ജാപ്പനീസിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ഇതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എല്ലാം ടാലൻറ്റഡ് സയൻറ്റിസ്റ്റ് ആ ജാപ്പനീസ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ജപ്പാനിൽ ജാപ്പനീസ് അല്ലാത്ത ടാലൻറ്റഡ് സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ഈവൻ ചൈനയിൽ തന്നെ ഉണ്ടാവും ടാലൻറ്റഡ് സയൻറ്റിസ്റ്റ്, ബട്ട് ദേ നീഡ് നോട്ട് വർക്ക് ഇൻ ജപ്പാൻ. ആ ഒരു കേസ് വരുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഇൻഫർമേഷനും ഇല്ല, ഇതൊരു വാലിഡ് കൺക്ലൂഷൻ അല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സം ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ ടാലൻറ്റഡ്. ഓക്കെ, സം ചൈനീസ് സയൻറ്റിസ്റ്റ് ആർ ടാലൻറ്റഡ്. ഓക്കെ, ആ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു പാർട്ടിലുള്ള ചൈനീസ് സയൻറ്റിസ്റ്റ് ഹു ആർ വർക്കിംഗ് ഇൻ ജപ്പാൻ ആർ ടാലൻറ്റഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ നോക്കുമ്പോൾ സെക്കൻഡും ഫോർത്തും ആണ് കറക്റ്റ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ്. ഓക്കെ ജസ്റ്റ് ഇതെങ്ങനെയാണോ റിലേറ്റ് ആയിരിക്കുന്നത് സിമിലർലി ലൈനിൻ്റെ കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ബുള്ളെന്ന് പറഞ്ഞാൽ മെയിലാണ് അല്ലേ, കവ് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. ഒരു മെയിൽ ഫീമെയിൽ ആ ഒരു പെയറാണ് ബേസിക്കലി ഇത്. കവിൻ്റെ ഫീമെയിൽ, കവ് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, ബുള്ളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെയിലാണ്. അപ്പോൾ സിമിലർലി ഇവിടെ എന്ത് വരും, ലയൺ എന്ന് പറഞ്ഞാൽ മെയിലാണ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫീമെയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലയണസ് ആണ് ആൻസർ. ബാക്കിയെല്ലാം കബ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചൈൽഡായിട്ട് വരും. മേർ എന്ന് പറഞ്ഞാൽ ഹോഴ്സിൻ്റെ ഫീമെയിൽ കേസാണ്. ഓക്കെ ക്ലിയർ ആയി വിചാരിക്കുന്നു. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം. ഓക്കെ നേരത്തെ പോലെ തന്നെ ഇത് തമ്മിൽ എന്ത് സിമിലർലി ഇതിന് കറസ്പോണ്ടിങ് നമ്പർ കണ്ടുപിടിക്കാൻ 11 ആണ്. 169 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 13ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 11 കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഈ സെക്കൻഡ് നമ്പർ. അപ്പോൾ സിമിലർലി ഇവിടെ എന്ത് വരും, 18 ആണെങ്കിൽ 18 കഴിഞ്ഞിട്ടുള്ള 2 നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ, 2 നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്, 20 ആണ്, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും, അത് 400 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ ലെറ്റർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ് ആണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഇതെന്ന് O എന്ന് പറഞ്ഞാൽ 15th ലെറ്റർ ആണ്, R എന്ന് പറഞ്ഞാൽ 18th ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഷിഫ്റ്റ് വന്നേക്കുന്നത്, +3 ഷിഫ്റ്റ് ആണ് വന്നേക്കുന്നത് അല്ലേ. R എന്ന് പറഞ്ഞാൽ 18th ഷിഫ്റ്റ് ആണ്, നെക്സ്റ്റ് 18th നമ്പർ ആണ്, നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ U ആണ്, അതായത് 21st ലെറ്റർ ആണ്. അതെന്ന് പറഞ്ഞാൽ അവിടെയും എഗെയിൻ ഒരു +3 ഷിഫ്റ്റ് ആണ് നടന്നേക്കുന്നത്, +3 റൈറ്റ് ഷിഫ്റ്റ് ആണ് നടന്നേക്കുന്നത് ആൽഫബറ്റ്സിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 20 എക്സ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 24th ലെറ്റർ ആണ് അല്ലേ. അപ്പോൾ U എന്ന് പറഞ്ഞാൽ 21 ആണ്, അപ്പോൾ അവിടെയും എഗെയിൻ എന്താണ് ഷിഫ്റ്റ് വന്നേക്കുന്നത്, ഒരു +3 ഷിഫ്റ്റ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഇതിൽ വന്നേക്കുന്നത്, ഇവിടെ ഈ ഒരു സീരീസിൽ വന്നേക്കുന്നത്. അടുത്തത് എക്സ് ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 24th ലെറ്റർ ആണ്, 24 ലെറ്റർ കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് 24 + 3 27th ലെറ്റർ ആണ്. 27th ലെറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 27th ലെറ്റർ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിലോട്ട് മാപ്പ് ചെയ്യും. അപ്പോൾ 27th ലെറ്റർ എന്ന് പറഞ്ഞാൽ എ കിട്ടും. അതായത് 1 തന്നെയാണ് ബേസിക്കലി 27 എന്ന് പറയുന്ന നമ്പർ കറസ്പോണ്ട് ചെയ്യുന്നത് എയിലോട്ടാണ്, അതായത് 1 തന്നെയാണ് പ്ലേസ് വാല്യൂ, എയുടെ പ്ലേസ് വാല്യൂ ആണ് കറസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ എ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ലെറ്റർ, അപ്പോൾ 1 + 3 4th ലെറ്റർ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി, സോ ആൻസർ ഡി ആണ്. നോക്കപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡി ആയിരിക്കും ആ ബ്ലാങ്കിൽ വന്ന ലെറ്റർ. ഇത് ക്ലിയർ ആണ്, എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതുക, ചേഞ്ച് നോക്കുക, എന്നിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് എ സ്ക്വയർ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വിത്ത് എ പാറ്റേൺ ഇസ് ഗിവൺ. സെലക്ട് among the 4 alternatives how the pattern would appear when the transparent sheet is folded along the dotted lines. ഓക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഡോട്ടഡ് ലൈൻസ് വെച്ചേക്കുന്നത്. ഈ ഒരു ഓർഡറിൽ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആലോചിച്ച് തന്നെ മനസ്സിലാവും ഇങ്ങോട്ട് ഈ ഒരു പാർട്ടിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുക. ഓക്കെ അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം ഈ ആരോഡ് സിമ്പിൾ ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും, ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണ് അങ്ങനെ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ ഓപ്ഷൻ 3 ആണ് കറസ്പോണ്ടിങ് രീതിയിലുള്ളത്. ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദി ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ നമ്മൾ നോക്കുക, ഇവിടെ L ആണ് തന്നേക്കുന്നത്. L 12th ലെറ്റർ ആണ്, K എന്ന് പറഞ്ഞാൽ 11th ലെറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ -1 ഷിഫ്റ്റ് ആണ്. K 11 ആണ്, J 10 ആണ്, -1. എഗെയിൻ ഇവിടെ നോക്കുമ്പോൾ -1. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഷിഫ്റ്റ് വന്നേക്കുന്നത് ലെറ്റേഴ്സ് ബിറ്റ്വീൻ. എഗെയിൻ അടുത്ത നോക്കുക Z Y X W. Z എന്ന് പറഞ്ഞാൽ 26th ലെറ്റർ, Y എന്ന് പറഞ്ഞാൽ 25th ലെറ്റർ, X എന്ന് പറഞ്ഞാൽ 24, എഗെയിൻ ഒരു -1 ഷിഫ്റ്റ്. പിന്നെ W എന്ന് പറഞ്ഞാൽ 23 ഷിഫ്റ്റ്, 23rd ലെറ്റർ, അതായത് എഗെയിൻ ഒരു -1 ഷിഫ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, D എന്ന് പറഞ്ഞാൽ 4th ലെറ്റർ, C എന്ന് പറഞ്ഞാൽ 3rd ലെറ്റർ, B എന്ന് പറഞ്ഞാൽ 2nd ലെറ്റർ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st ലെറ്റർ. അതായത് ഇവിടെ നിന്ന് D കഴിഞ്ഞിട്ട് തൊട്ട് ബാക്കിലുള്ള ലെറ്റർ ഒരു -1 ഷിഫ്റ്റ്, C എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു -1, താഴോട്ട് ഒരു ഷിഫ്റ്റ്, B എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു ഷിഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് 3 കേസിൽ. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഒബ്വിയസ്ലി 4th ആയിരിക്കും. പക്ഷെ എന്താണ് കേസ് നോക്കാം. ഓക്കെ അവിടെ നമ്മൾ നോക്കുമ്പോൾ Q എന്ന് പറഞ്ഞാൽ 17th ലെറ്റർ ആണ്, R എന്ന് പറഞ്ഞാൽ 18th ലെറ്റർ ആണ്. അതായത് ഇവിടെ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്, ലെറ്റർ റൈറ്റ് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. +1 ഇവിടെയും +1, ഇവിടെ ഇത് 19th ലെറ്ററും 16th ലെറ്ററും ആണ്. അപ്പോൾ ഇവിടെ -3 ഷിഫ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രം ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഇത് എളുപ്പമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അടുത്ത എഗെയിൻ ഒരു സിലോഗിസം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതും എഗെയിൻ വെൻ ഡയഗ്രം വെച്ച് നമുക്ക് ചെയ്യാം.
ഇതിൽ പറഞ്ഞേക്കുന്നത് സം ഡോൾസ് ആർ ഫ്ലവേഴ്സ് എന്നാണ്. സം ഡോൾസിൻ്റെ സെറ്റ് ഇതാണ്, ഫ്ലവേഴ്സിൻ്റെ സെറ്റ് ഇത്. ഓക്കെ, സം എന്ന് പറയുമ്പോൾ നമ്മൾ പാർഷ്യൽ ഓവർലാപ്പ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. സം ഡോൾസ് ആർ ഫ്ലവേഴ്സ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് നോ ട്രീസ് ആർ ഡോൾസ്. ഇത് ട്രീ, നമുക്ക് ട്രീസിൻ്റെ സെറ്റ് ഇത് വരക്കാം. നോ ട്രീസ് ആർ ഡോൾസ് എന്നാണ് പറയുന്നത്. ഈ സെറ്റിലെ എലമെൻറ്റ്സ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. മീൻ അത് എക്സ്ക്ലൂസീവ് സെറ്റ്സുകളാണ്, ടിയും ഡിയും തമ്മിലുള്ള. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇൻഡു സിമ്പിൾ ഇട്ടേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നോ ഡോൾസ് ആർ ട്രീസ്. ഓക്കെ ഓക്കെ, ഈ സെറ്റ്സിലെ എലമെൻറ്റും ഈ സെറ്റിലെ എലമെൻറ്റും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല, നമ്മൾ ഈ ഇൻഡു വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അതായത് ഈ സെറ്റിലുള്ള ഈ സെറ്റിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിലുള്ള എലമെൻറ്റ് ഈ സെറ്റിലും ഉണ്ടാവില്ല, ഈ സെറ്റിലുള്ള എലമെൻറ്റ് ഈ സെറ്റിലും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ വന്നേക്കുന്നത്, നോ ഡോൾസ് ആർ ട്രീസ്. അപ്പോൾ അത് കറക്റ്റാണ്. അത് സം ഫ്ലവേഴ്സ് ആർ ട്രീസ് ആണ് പറയുന്നത്. ഫ്ലവേഴ്സ് ഇത്, ട്രീസ് ഇവിടെ. ഇവിടെയും എഗെയിൻ ഒരു ഓവർലാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാന്ന് പറയാൻ പറ്റും. ഇതും വാലിഡ് കൺക്ലൂഷൻ അല്ല എന്ന് പറയാൻ പറ്റും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ 1. ഓക്കെ, നോ ഡോൾസ് ആർ ട്രീസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്നുള്ളതാണ് കറക്റ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 അല്ല, സോറി, ബി ആണ്. അടുത്തത് ഓക്കെ, എളുപ്പം എഗെയിൻ. ഇഫ് ഒരു ഡിക്കോഡിങ്ങിന് ഡി എന്ന് പറഞ്ഞാൽ 4 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്, ജി എന്ന് പറഞ്ഞാൽ 7 ആണ്. അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? പ്ലേസ് വാല്യൂസ് ആണ്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഈ ഓരോ ലെറ്റേഴ്സും ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ഗാർഡൻ്റെ കറസ്പോണ്ടിങ് കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലേസ് വാല്യൂസ് എല്ലാം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ബേസിക്കലി പ്ലേസ് വാല്യൂ എടുത്തേക്കാം. ജിയുടെ 7 ആണ്, എയുടെ 1 ആണ്, ആറിൻ്റെ 18 ആണ്, ഡിയുടെ 4 ആണ്, ഇയുടെ 5 ആണ്, എന്നിൻ്റെ 14 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 7 + 1 8, 18 + 8 26, 30, 35, 39, 49 എന്ന് വരും. നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക. ഓക്കെ, ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ഉണ്ട്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് ഇഫ് ചിൽഡ്രൻ ഇസ് കോഡഡ് ആസ്, ഓക്കെ, ഒരു വേർഡ് തന്നിട്ടുണ്ട്, ദെൻ മൂവ്മെൻറ്റ് വിൽ ബി കോഡഡ് ആസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെ ലെറ്റേഴ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എങ്ങനെ. ഓക്കെ, ഫസ്റ്റ് 4 ലെറ്റേഴ്സിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് ബേസിക്കലി. അതായത് ഫസ്റ്റ് ലെറ്റർ 4th ലെറ്റർ ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പിംഗ് നടന്നേക്കുന്നത്. സിമിലർലി നെക്സ്റ്റ് 4 ലെറ്റേഴ്സും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ സിമിലർലി നമുക്കിനി മൂവ്മെൻറ്റിൻ്റെ എഴുതാം. മൂവ്മെൻറ്റിൻ്റെ ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഇ വരും, പിന്നെ വി വരും, പിന്നെ ഒ വരും, എം വരും. VOM. ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതാണ് നോക്കേണ്ടത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ അടുത്ത അഗെയിൻ ടി വരും, എൻ വരും, ഇ വരും, എം വരും. അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നമുക്ക് ലാസ്റ്റ് എം എന്ന ഓപ്ഷൻ ഏതാണ്? ഓക്കെ, ഈ ഓപ്ഷനുള്ളൂ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. EVOM TNEM. അപ്പോൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, സെലക്ട് ദി ഓപ്ഷൻ ഫിഗർ വിച്ച് വെൻ പ്ലേസ് ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഓഫ് ദ പ്രോബ്ലം വുഡ് കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇത് നമുക്ക് പല രീതിയിൽ നോക്കാം. ഫസ്റ്റ് ഈ 2 ഫിഗർ കമ്പയർ ചെയ്ത് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് പറ്റുമെങ്കിൽ സിമിലർ നമ്മൾ ഇവിടെ നോക്കിയാൽ മതിയല്ലോ. അതല്ലാതെ വേറൊരു രീതിയാണ് നമുക്ക് ഡയഗണലി എഗെയിൻ നമുക്ക് ഇങ്ങനെ നോക്കാം, റോ വൈസും. ഇത് രണ്ടും കമ്പയർ ചെയ്യുക, എന്നിട്ട് അത് ആ സിമിലർ റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതൊരു രീതി. അല്ലെങ്കിൽ നമുക്ക് എഗെയിൻ നമുക്ക് ഡയഗണലി നോക്കാം. ഡയഗണലി നോക്കുമ്പോൾ ഇത് രണ്ടും ലൈക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ സിമിലർലി ഇതിൻ്റെ ഡയഗണലി ഉള്ള സാധനം ഇങ്ങോട്ട് പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ സിമിലർ രീതിയിൽ നമുക്ക് ഇത് രണ്ടും അങ്ങനെ നമുക്ക് നോക്കിയാലോ. ഇത് എവേ ഫ്രം അല്ലേ, അപ്പോൾ സിമിലർലി അതിന് ഡയഗണലി ഓപ്പോസിറ്റ് ഉള്ളതും എഗെയിൻ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കേസ് ആകാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓപ്ഷൻസിലുണ്ടോ നോക്കാം. ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തേക്കുന്നത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ സി നോക്കുമ്പോൾ ഓപ്ഷൻ 1 അങ്ങനെയാണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓക്കെ നോക്കി വെയിറ്റ്, ഇങ്ങനെയാണ്. സോറി, ഈ ഒരു കേസ് ആയിരിക്കും. കണ്ടോ, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈൻ ലൈക്ക് ഹൈപ്പർടെന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലും ഇതിൻ്റെ ഹൈപ്പർടെന്യൂസ് ഇവിടെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്.
സിമിലർലി ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന സാധനം വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഹൈപ്പോട്ടന്യൂസ് അവേ ഫ്രം ദി സെൻറ്റർ ആണ്. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഇവിടെയും ഫോളോ ചെയ്തേക്കുന്നത്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പമാകും. അടുത്തത് ഓക്കെ, 5 സ്റ്റുഡൻസ് ടുക്ക് പാർട്ട് ഇൻ എ സൈക്ലിംഗ് കോമ്പറ്റീഷൻ. ഓക്കെ, ഒരു ചെറിയ പസിലാണ്. റോബർട്ട് ഫിനിഷ് ബിഫോർ മോനേഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ റേസ് പല ഫസ്റ്റ് ആര് ഓക്കെ റേസ് പല ടൈമിലായിട്ട് ഇവർ 5 പേര് സൈക്ലിംഗ് കോമ്പറ്റീഷൻ നടത്തി. അതിൽ ആ റേസിൽ പലരും പല ഓർഡറിലാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇതിൽ ആ ഓർഡറിംഗ് ആണ് ഇവർ ചോദിച്ചേക്കുന്നത്. റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് പറയുന്നത് റോബർട്ട് ഫിനിഷ് ബിഫോർ മോനിഷ് എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് നമുക്ക് ജസ്റ്റ് ഇവിടെ വരച്ച് പോകാം. എങ്ങനെ വരയ്ക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത ആളിനെ നമുക്ക് മുകളിൽ വരക്കാം, സെക്കൻഡ് ഫിനിഷ് ചെയ്ത ആളിനെ താഴെ വരക്കാം. അങ്ങനെ നമുക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. റോബർട്ട് ഫിനിഷ്ഡ് ബിഫോർ മോനിഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റോബർട്ടാണ് ലൈക്ക് മോനിഷിനായാലും ബിഫോർ ഫിനിഷ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് റോബർട്ട് പിന്നെ മോനിഷ് എന്നുള്ള കേസ് വരും. അടുത്ത സ്റ്റെപ്പ് വായിക്കാം. മോനിഷ് ബട്ട് ബിഹൈൻഡ് ഗുഞ്ചൻ. ഓക്കെ, റോബർട്ട് ഫിനിഷ് ബിഫോർ മോനിഷ് ബട്ട് ബിഹൈൻഡ് ഗുഞ്ചൻ. അപ്പോൾ ഗുഞ്ചനാണ് റോബർട്ടിനായാലും മുന്നേ ചെയ്തതെന്നാണ് പറയുന്നത്, ഫിനിഷ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അനിൽ ഫിനിഷ് ബിഫോർ സുനിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അനിൽ ഫിനിഷ് ബിഫോർ സുനിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് റിലേറ്റഡ് അല്ല, ഇവരായിട്ടുള്ള കമ്പാരിസൺ അല്ല പറയുന്നത്, ഇവർ സെപ്പറേറ്റ് ആണ് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് വരച്ചത്. ഓക്കെ, ബട്ട് ബിഹൈൻഡ് മോനിഷ്. ഓക്കെ, ബട്ട് അനിൽ ഫിനിഷ് ബിഫോർ സുനിൽ ബട്ട് ബിഹൈൻഡ് മോനിഷ് എന്ന് പറയുമ്പോൾ അനിലിനെയും സുനിലിനെയും നമുക്ക് താഴെ വരക്കാം. മോനിഷ് അനിൽ ഫിനിഷ് ബിഫോർ സുനിൽ ബട്ട് ബിഹൈൻഡ് മോനിഷ് എന്ന് പറയുമ്പോൾ മോനിഷ് അനിലിനേലും മുന്നേ ഫിനിഷ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ റേസ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഓർഡർ. ഓക്കെ, ജസ്റ്റ് ഇനി നോക്കാം. ഹൂ വൺ ദ കോമ്പറ്റീഷൻ എന്നാണ് ചോദിച്ചത്. ആരാണ്? ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഗുഞ്ചനാണ് റേസ് ഫിനിഷ് ചെയ്തത്. അത് എളുപ്പമായിരുന്നു, വെറുതെ ഡയറക്റ്റായിട്ട് തന്നേക്കുന്ന വളരെ എളുപ്പമുള്ള പസിലായിരുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് അനാലജിസ് ടു ദ ഗിവൺ ഫിഗർ എന്നാണ് ചോദിച്ചേക്കുന്നത്. CDHI എന്നാണ്. സി എന്ന് പറഞ്ഞാൽ തേർഡ് ലെറ്റർ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. അപ്പോൾ അത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തേക്കണം? ഒരു +5 ഷിഫ്റ്റ് അല്ലേ. പിന്നെ സെക്കൻഡ് ലെറ്റേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം. ഡിയും ഐയും കമ്പയർ ചെയ്യാം. ഡി എന്ന് പറഞ്ഞാൽ 4th ലെറ്റർ, ഐ എന്ന് പറഞ്ഞാൽ 9th ലെറ്റർ. അവിടെയും ഒരു +5 ഷിഫ്റ്റ്. അപ്പോൾ ലെറ്റേഴ്സ് തമ്മിൽ ആ രണ്ട് തന്നിരിക്കുന്ന ക്ലസ്റ്റേഴ്സിലെ ലെറ്റേഴ്സ് ഫസ്റ്റ് ലെറ്റർ +5 ഷിഫ്റ്റും സെക്കൻഡ് ലെറ്ററും +5 ഷിഫ്റ്റ് ആണ്. അപ്പോൾ സിമിലർലി നമുക്ക് ഓപ്ഷൻസിൽ എവിടെയെങ്കിലും അങ്ങനെ വരേണ്ടത് നോക്കാം. ഇത് പി ആണ് ഫസ്റ്റ് ലെറ്റർ, ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ യു ആണ്, ഇവിടെയും +5 ഷിഫ്റ്റ്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ 17 ആണ്, ഇവിടെ വി ആണ്, വി എന്ന് പറഞ്ഞാൽ 22nd ലെറ്റർ. അപ്പോൾ അവിടെയും ഒരു +5 ഷിഫ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ച സിമിലർ പാറ്റേൺ ഇവിടെയും കിട്ടി. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്തത് സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് ഇലസ്ട്രേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 ക്ലാസ്സസ്. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന സ്കൂള്, ടീച്ചർ, സ്റ്റുഡൻ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കും? സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു വലിയ സെറ്റ്, സ്കൂളിലുള്ള ഈ സെറ്റ്, ഈ എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിലുള്ള ആൾക്കാരുടെ ഒരു സെറ്റാണ് എസ് എന്ന് വിചാരിക്കുക. അതിൽ ടീച്ചർ ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടീച്ചർ ഉണ്ടെന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ സെറ്റ് ഇത്, ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റുഡൻസിൻ്റെ സെറ്റ് ഇത്. പിന്നെ അതല്ലാതെ ബാക്കി പ്രിൻസിപ്പൾ അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷേ കറൻറ്റ്ലി ഇത് ചോദിച്ചേക്കണം ഇങ്ങനത്തെ ഒരു കേസാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതായിരിക്കും കറസ്പോണ്ടിങ്. അതേത് ഓപ്ഷൻസിലാണെന്ന് നോക്കാം. ഓപ്ഷൻ 4ലാണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു സെറ്റ് ഇത്, സ്റ്റുഡൻസിൻ്റെ സെറ്റ് ഇത്, അവരെല്ലാവരും സ്കൂൾ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അടുത്തത് 5 സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ. ഓക്കെ ഓക്കെ, സുമൻ is standing next to Pranav but not next to Dina. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേ നമുക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്, ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ് തന്നേക്കുന്നത്. നമുക്ക് അത് ക്വസ്റ്റനിൽ പറഞ്ഞേക്കണം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരക്കും. സുമൻ is standing next to Pranav എന്നാണ് പറയുന്നത്. പ്രണവിൻ്റെ അടുത്താണ് സുമൻ നിൽക്കണേന്നാണ് പറയുന്നത്. അപ്പോൾ 2 പൊസിഷൻ വരും. പ്രണവിൻ്റെ ലെഫ്റ്റിലും വരാം, റൈറ്റിലും വരാം സുമൻ്റെ പൊസിഷൻ അല്ലേ. പിന്നെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ബട്ട് നോട്ട് നെക്സ്റ്റ് ടു ഡീന. അപ്പോൾ സുമൻ എന്ന് പറഞ്ഞാൽ ഡീനയുടെ അടുത്തല്ല എന്നാണ് ഒരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നിലോട്ടെ. അടുത്തെന്ന് പറഞ്ഞാൽ കുമാർ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു രാജു. ഓക്കെ, എഗെയിൻ നമുക്ക് വേറൊരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്, രാജുയുടെ അടുത്താണ് കുമാർ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പൊസിഷൻ, കുമാർ ഇവിടെയും വരാം, ഈ ഒരു ലെഫ്റ്റിലും റൈറ്റിലും വരാം രാജുയുടെ അല്ലേ. ഓക്കെ, കുമാർ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു രാജു, ഹൂ ഇസ് സ്റ്റാൻഡിങ് ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ്. ഓക്കെ, ഈ ഹൂ എന്ന് പറഞ്ഞാൽ ഈ പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ അടുത്തുള്ള
അടുത്തുള്ള നൗണിനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബേസിക്കലി ആ ഹൂ എന്ന് പറഞ്ഞാൽ രാജുവിനെ കുറിച്ച് തന്നെയാണ് പറയണത്. അപ്പോൾ ഇത് പറയണതെന്ന് പറഞ്ഞാൽ കുമാർ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു രാജു, രാജുയുടെ അപ്പുറത്താണ് നിൽക്കുന്ന കുമാർ. ഹൂ ഇസ്, അതായത് രാജു സ്റ്റാൻഡിങ് ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ എക്സ്ട്രീം ലെഫ്റ്റിലാണ് രാജു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻ്റ് ആയിരിക്കും, കാരണം രാജു ആണ് എക്സ്ട്രീം ലെഫ്റ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു അറേഞ്ച്മെൻറ്റിൽ ഒരു ഫിക്സഡ് പൊസിഷൻ കിട്ടി, രാജു എക്സ്ട്രീം ലെഫ്റ്റിൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് കുമാറാണ്. ഈ രണ്ട് പൊസിഷൻ കിട്ടി. ഓക്കെ, ആൻഡ് ഡീന ഈസ് നോട്ട് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു കുമാർ. അപ്പോൾ ഡീന ഈ പൊസിഷനിൽ വരില്ല എന്നാണ് പറയണത്. ബാക്കി എത്ര പേരുണ്ട്? 5 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡീന ഇവിടെ വരില്ല, പിന്നെ 3 പൊസിഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഇതാണ്, അതായത് സുമൻ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു പ്രണവ് ബട്ട് നോട്ട് നെക്സ്റ്റ് ടു ഡീന എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഡീന വരില്ല എന്നാണ് പറയണത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ പി എസ് എന്ന് വരും, എസ് പി എന്ന് വരും. നമ്മളിവിടെ പി എസ് വരച്ച് കഴിഞ്ഞാൽ ഡീന ഇവിടെ വരും. അപ്പോൾ ഡീനയും സുമനും ഒരുമിച്ച് വരും. അപ്പോൾ അതല്ല കേസ്. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സുമൻ വരും, ഇവിടെ പ്രണവ് വരും, ഇവിടെ ഡീന വരും. അപ്പോൾ നമുക്ക് ഡീനക്ക് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇതാണ്. എസും പിയുടെയും ഓർഡർ ഇങ്ങനെയായിരിക്കും, കാരണം പി എസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഡീനയും സുമനും ഒരുമിച്ച് വരും. ആ ഒരു കേസ് കോൺട്രഡിക്റ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് പ്രണവ് ബട്ട് നോട്ട് നെക്സ്റ്റ് ടു ഡി, സുമൻ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു പ്രണവ് ബട്ട് നോട്ട് നെക്സ്റ്റ് ടു ഡീന. അപ്പോൾ എസ് പി എന്ന് പറഞ്ഞാൽ ആണ് കറക്റ്റ് ഓർഡർ. പി എസ് എന്ന് വന്നു കഴിഞ്ഞാൽ എസും ഡിയും ഒരുമിച്ച് വരും. അത് അല്ല എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹൂ ഇസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ എന്നാണ് ചോദിച്ചത്. മിഡിൽ ആരാണ്? സുമൻ ആണ് നിൽക്കുന്നത്, മിഡിൽ സുമൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ടി. ഓക്കെ, അത് ക്ലിയർ ആയില്ല എങ്ങനെയാണ് വന്നേക്കണം എന്നുള്ളത്. ഓക്കെ, അടുത്തത് ചൂസ് ദി ഓപ്ഷൻ ഫിഗർ ഇൻ വിച്ച് പ്രോബ്ലം ഫിഗർ ഇസ് ഹിഡൻ ഓർ എംബഡഡ്. ഓക്കെ, അത് എംബഡ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക്കലി ഈ ഒരു ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻസിലാണ് വന്നേക്കണേന്ന് നോക്കിയാൽ മതി. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും എളുപ്പത്തിൽ. ഫർദർ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ. അടുത്തത് ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, ഡൗൺ, ലാർജ്, എബവ് ആൻഡ് അപ്പ്. ഓക്കെ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, എബവ് എന്ന് പറഞ്ഞാൽ മുകളിൽ, അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. സെയിം മീനിങ് തന്നെ ലൈക്ക് പൊസിഷൻസ് പറയണതാണ് ഈ ഡൗൺ, എബവ്, അപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അല്ലേ. പക്ഷേ ഈ ലാർജ് എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ സൈസിനെ ഡെനോട്ട് ചെയ്യണ ഒരു സൈസിനെ ഡെനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവാണ് ലാർജ്. ബാക്കിയെല്ലാം പൊസിഷൻസ്, എബവ് ഓർ ബിലോ, ആ ഒരു കേസ്, ഡൗൺ, അപ്പ് എന്നുള്ള കേസ്, ഹൈറ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇത് പറയണതാണ്. അപ്പോൾ നമുക്കിതിൽ ഓഡ് വൺ ഔട്ട് ഒബ്വിയസ്ലി ഓപ്ഷൻ 2 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് അഗെയിൻ ഒരു പസിലാണ്. ഓക്കെ, 6 ഓഫീസസ് ഓൺ എ ഫ്ലോർ ആർ അലോട്ടഡ് ടു എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ്. ഓക്കെ, 6 ഓഫീസ്, ഒരു ഫ്ലോറിലുള്ള 6 ഓഫീസ് ഈ എ, ബി, സി, ഡി, ഇ, എഫ് അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ അത് എങ്ങനെയാണ്, എന്താണ് കേസസ് എന്നാണ് പറയുന്നത്. ദ ഓഫീസസ് ആർ അറേഞ്ച് ഇൻ 2 rows. ഓക്കെ, 2 റോസിലാണ് ഈ ഓഫീസ് അറേഞ്ച് ചെയ്തേക്കണം. 1 ഫേസിങ് നോർത്ത്. അപ്പോൾ 2 റോസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെ വരക്കും. ഓക്കെ, ഒരു 1 ഫേസിങ് നോർത്ത്. ഓക്കെ, നോർത്തിൽ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ലോട്ട്സ് ഉണ്ട്, അതായത് ഓഫീസസ് ഉണ്ട്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ സൗത്തിന് ഫേസ് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഓഫീസ് ഉണ്ട്. ഓക്കെ, ഇതിൽ പറയണത് ഓക്കെ 1 ഫേസിങ് ദ നോർത്ത്, അത് നമുക്ക് ഈ റോ വെക്കാം. ആൻഡ് ദ അതർ ഫേസിങ് ദ സൗത്ത്, ഈ റോയിലുള്ളത് സൗത്ത് ഫേസ് ചെയ്തേക്കണമെന്ന് വിചാരിക്കാം. എന്നിട്ട് പറയണത് ബി ഗോട്ട് എ നോർത്ത് ഫേസിങ് ഓഫീസ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബി ഇവിടെയാണ്, അതാണ് പറഞ്ഞേക്കണം. പക്ഷെ ബി ഈ എൻഡിലാണോ ഇവിടെയാണോ എന്നുള്ള ഇൻഫർമേഷൻ തൽക്കാലം ഇല്ല. ആൻഡ് ബി ഗോട്ട് എ നോർത്ത് ഫേസിങ് ഓഫീസ് ആൻഡ് ഇസ് നോട്ട് നെക്സ്റ്റ് ടു ഡി. അപ്പോൾ ഡിയുടെ അടുത്തല്ല, ഡി ഇപ്പോൾ ഇവിടെ വരില്ല എന്നാണ്. ഇപ്പോൾ ബി ഇവിടെ ആണെങ്കിൽ ഡി ഇവിടെ വരില്ല. ബി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡി എന്തായാലും ഈ റോയിലല്ല, ഈ റോയിലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മീനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതൊന്നും ഒരു കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ അല്ല. തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം ഡി അടുത്ത് വരില്ല എന്നുള്ളത്. ബി ഗോട്ട് എ നോർത്ത് ഫേസിങ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് നോട്ട് നെക്സ്റ്റ് ടു ഡി. ഡി ആൻഡ് എഫ് ഗോട്ട് ഡയഗണലി ഓപ്പോസിറ്റ് ഓഫീസേഴ്സ്. ഓക്കെ, അത് നമുക്ക് പറയാം. ഡിയും എഫും അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലുകളാണെന്ന് റോസിലാണെന്ന് നമുക്ക് ഈ 2 ഒരേ റോയിലല്ല, ഡിഫറെൻറ്റ് റോയ്സിലാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഡിയും എഫും സെയിം റോസിലല്ല. അതാണ് നമുക്ക് ഇത് വെച്ച് പറയാൻ പറ്റുന്നത്. കാരണം ഡയഗണലി ഓപ്പോസിറ്റ് ഓഫീസസ് എന്നാണ് പറയുന്നത്. സി ഹുസ് ഓഫീസ് ഇസ് നെക്സ്റ്റ് ടു എഫ് ഗോട്ട് എ സൗത്ത് ഫേസിങ് ഓഫീസ്. ഓക്കെ, സിയും എഫും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് പറയുന്നത് സി ഹുസ് ഓഫീസ് ഇസ് നെക്സ്റ്റ് ടു എഫ്. അപ്പോൾ സിയും
എഫും സൗത്ത് ഫേസിങ് ഓഫീസസ് ആണെന്ന് നമുക്ക് പറയാം. C and F are whose offices next to F got a south facing office and E got a north facing office. അപ്പോൾ നമുക്ക് E നമുക്ക് നോർത്ത് ഫേസിംഗ് ആണെന്ന് പറയുന്നുണ്ട്. C whose offices next to F, Cയും Fഉം സൗത്ത് ഫേസിംഗ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി നമുക്ക് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഗോട്ട് സൗത്ത് ഫേസിംഗ് ഓഫീസസ് എന്നാണ് നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിന് സിയും എഫ് എന്തായാലും സൗത്ത് ഫേസിംഗ് ആണെന്ന് നമുക്കറിയാം അല്ലേ. നമുക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചോദിച്ചാൽ സൗത്ത് ഫേസിംഗ് ഓഫീസറിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നല്ലേ. അപ്പോൾ അതിൽ സിയും എഫും ഉണ്ടാവണമല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ അതിൽ സി എഫ് ഇല്ല. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻസിലുണ്ട്. തേർഡ് ഓപ്ഷൻസിലും സി എഫ് ഇല്ല. ഫോർത്ത് ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിലും സി എഫ് ഇല്ല. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷനിൽ മാത്രമാണ് സിയും എഫും ഉള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫോ വെച്ച് തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ആൻഡ് അഗെയിൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്, FCE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ എഫ് ഇവിടെയാണെന്ന് അറിയാം, അപ്പോൾ ഒബ്വിയസ്ലി ഡി ഇവിടെയാണെന്നും അറിയാൻ പറ്റും. മനസ്സിലായോ? സോറി, FCE ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇ ഇവിടെയാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ FC D ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഡിയുടെ പൊസിഷൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ സഫാർ വരച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഡി എന്ന് പറയുക ഡയഗണലി ഓപ്പോസിറ്റ് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഇവിടെ ആണെങ്കിൽ ഡി ഇവിടെ ആയിരിക്കും, നോർത്ത് ഫേസിങ് റോയിലായിരിക്കും. അങ്ങനെ നമുക്ക് ഈ FCD എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സഫാർ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്മൾ സൗത്ത് ഫേസിങ്ങിൽ സിയും എഫും വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ നമ്പർ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, 14ൻ്റെ സ്ക്വയർ ആണ്, എന്ന് പറഞ്ഞാൽ 16ൻ്റെ സ്ക്വയർ ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇതെന്ന് പറഞ്ഞാൽ 11ൻ്റെ സ്ക്വയർ ആണ്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇത് എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ്. അഗെയിൻ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സീരീസ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ രണ്ട് നമ്പർ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് 11ൻ്റെ 2 ടൈംസിൻ്റെ അടുത്തുള്ള നമ്പറാണ് അല്ലേ. അത് 11 × 2, അത് 22 വരും. 22 - 1 ആണ് 21 എന്നുള്ളത്. എഗെയിൻ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 41 43 എങ്ങനെയാണ്? 21 × 2, 42 + 21 × 2 + 1 ആണ് നമുക്ക് 43 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ ഓരോ നമ്പറും അതിൻ്റെ 2 ടൈംസിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, അതായത് × 2 + 1 × 2 - 1 അല്ലെങ്കിൽ × 2 ലൈക്ക് ദ ഫസ്റ്റ് പ്രീവിയസ് നമ്പർ × 2 + 3 അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് നമ്പേഴ്സ് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമിലർലി നമുക്ക് ഇതും വർക്കൗട്ട് ആവാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ 21 × 2 + 1 ആണ് 43. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കാം. 43 × 2 എന്ന് പറയുമ്പോൾ 86 എന്ന് വരും. 86 - 1 ആണ് 85 എന്ന് പറയുന്നത്. 86 - 1 ആണ് 85 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയപ്പോൾ അത് വർക്കൗട്ടായി. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 85 × 2 എന്ന് പറയുന്നത് 160 + 10 170 വരും. 170 + 1 ആണ് 171 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത നമ്പർ എന്തായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 171 × 2 - 1 ആണ്. ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ആ ലാസ്റ്റ് ഡിജിറ്റ് -1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 എന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. നോക്കുമ്പോൾ ഓപ്ഷൻ C ആണ് 341 എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ 342 എന്ന് വരും. 342 - 1 എന്ന് പറഞ്ഞാൽ 341 ആണ്. ഓപ്ഷൻ C. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ സീരീസ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പെക്യുലാരിറ്റി നോക്കാം. ഓക്കെ, ഇത് കാണുമ്പോൾ ഇത് 5ൻ്റെ ക്യൂബ് +1 ആണ്. ഇതെന്ന് പറയുമ്പോൾ 6ൻ്റെ ക്യൂബ് +1 ആണ്. ഇതെന്ന് പറയുമ്പോൾ 7ൻ്റെ ക്യൂബ് +1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 8ൻ്റെ ക്യൂബ് +1 ആണ്. ബേസിക്കലി ഒരു ക്യൂബും അതിൻ്റെ അടുത്തുള്ള +1 ആണ് ഇവിടുത്തെ ഇത്. അതായത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 ക്യൂബ് +1, ഇത് 2 ക്യൂബ് +1, എന്ന് പറയുമ്പോൾ 3 ക്യൂബ് +1, ഇതെന്ന് പറഞ്ഞാൽ 4 ക്യൂബ് എന്നാണ് വന്നേക്കുന്നത്. ഇവിടെ ബേസിക്കലി വന്നത് 4 ക്യൂബ് +1 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ ജസ്റ്റ് 4 ക്യൂബാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റോങ് ആയിട്ടുള്ള ഏതാണോ 64 എന്നുള്ളതാണ് റോങ് ആയിട്ട് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ക്യൂബ് +1 എന്നുള്ള ആ ഒരു ഫോർമാറ്റാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് നോക്കാം.
in the following number series, two numbers have been put with brackets. Study the series carefully and select the correct alternative with respect to the series. ഓക്കെ, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടേംസ് ബ്രാക്കറ്റിൽ ഇട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് സീരീസ്. 4 ആണ്, ഒരു +2 ചേഞ്ച് ആണ് വന്നേക്കുന്നത്. ഇവിടെ +4 ചേഞ്ച് ആണ് വന്നേക്കുന്നത്. ഇവിടെ അഗെയിൻ നോക്കുമ്പോൾ ഒരു +2 ഷിഫ്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു +2 +4 എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള ഷിഫ്റ്റുകളാണ് വന്നേക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ അഗെയിൻ ഒരു +4 ഷിഫ്റ്റ്. അപ്പോൾ നമ്മുടെ 12 എന്ന് പറഞ്ഞ ബ്രാക്കറ്റിലുള്ളത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ട് നമ്മളിവിടെ ഫോളോ ചെയ്ത സെയിം പാറ്റേൺ ആണ് അവിടെ വന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കേസ് നോക്കാം. 16 എന്ന് പറയുമ്പോൾ ഇതനുസരിച്ച് +2 18 ആണ് ഇവിടെ വരേണ്ടത്, പക്ഷേ ഇവിടെ വന്നേക്കുന്നത് 14 ആണ്. 18 വന്നതിന് അടുത്തത് +4 ചെയ്യുമ്പോൾ 22 കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, 22 കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ 14 എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ തന്നേക്കുന്നത് തെറ്റും, 12 എന്നുള്ളത് കറക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്പർ ഫ്രം ലെഫ്റ്റ് എന്നുള്ള ഫസ്റ്റ് ബ്രാക്കറ്റ് തെറ്റാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ഓക്കെ, ബോത്ത് ബ്രാക്കറ്റ്സ് ഓക്കെ അതും തെറ്റാണ്. ബോത്ത് ബ്രാക്കറ്റ്സ് നമ്പർ ആർ ഇൻകറക്റ്റ്, അതും തെറ്റാണ്. ഓക്കെ, ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്പർ ഇസ് കറക്റ്റ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ഈ 14 പകരം 18 ആണ് വരേണ്ടത്. ആക്ച്വലി ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് ഐഡൻറ്റിഫൈ ദ ഓഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈജിപ്റ്റാണ് തന്നേക്കുന്നത്. കൈറ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. ഇറാഖാണ്, ഇതെന്ന് പറഞ്ഞാൽ കറൻസിയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ അടുത്ത് നമുക്ക് ഗ്രീസ് ആണ്, ഏതൻസ് ആണ്, ഇതും അഗെയിൻ ക്യാപിറ്റലാണ്. ഇറ്റലിയാണ്, റോമാണ്, ഇതും ക്യാപിറ്റലാണ്. നമുക്കിതിൽ തെറ്റെന്ന് പറഞ്ഞ ഓപ്ഷൻ 2 ആണ് നമ്മുടെ തെറ്റ്. ബാക്കി എല്ലാത്തിലും കൺട്രി ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റലാണ് തന്നേക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ മാത്രം കൺട്രി ആൻഡ് ഇറ്റ്സ് കറൻസിയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഓക്കെ, അതോടെ നമുക്ക് GD കോൺസ്റ്റബിൾ SSC GD കോൺസ്റ്റബിളിലെ റീസണിങ് സെഷനിൽ നമ്മൾ എൻറ്റയർലി നോക്കി. ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ എളുപ്പം, വളരെ ലൈക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. വളരെ മിനിമൽ പ്രിപ്പറേഷനിൽ കൂടി തന്നെ നമുക്ക് ഈ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് എയിം ചെയ്യുന്ന ആളുകൾ നമ്മൾ ജസ്റ്റ് ഇവർ തന്നേക്കുന്ന പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഫുള്ളും ചെയ്ത് നോക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ സെഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ വിത്തൗട്ട് എനി മച്ച് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണിത്. അപ്പോൾ ഫർദർ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവൽ ഇനി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മേ ബി CHSLൻ്റെ പേപ്പറും CGLൻ്റെ പേപ്പറൊക്കെ നമുക്ക്, പിന്നെ MTSൻ്റെ പേപ്പേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് ചെയ്ത് നോക്കിയാൽ മതി. ബേസിക്കലി MTSും CHSLും ചെയ്താൽ മതി ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു എക്സാം നമുക്ക് ഈസി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഫർദർ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ഏതെങ്കിലും എക്സാമിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ കിട്ടിയെന്ന് വിചാരിക്കും. നമുക്കപ്പോൾ അതോടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നത് സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക.